പുരുഷൻ ആ സ്ത്രീക്ക് ഇഷ്ടമാണ്, ആ സ്ത്രീയെ പറ്റിച്ചിട്ടൊക്കെ പോയെങ്കിൽ അത് വശം ചെയ്ത് കൊടുക്കും. അങ്ങനെ പുരുഷന്മാരും സ്ത്രീകൾ പുരുഷന്മാരെയും പറ്റിച്ച് കിടക്കാൻ പാടില്ലല്ലോ. സ്നേഹം എന്ന് പറയുന്ന ആത്മാർത്ഥ സ്നേഹമല്ലേ വേണ്ടത്. അതുകൊണ്ട് ആത്മാർത്ഥത ഇല്ലാതെ പോകുമ്പോൾ അത് നമ്മൾ വശം ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുത്തിക്കും. വശീകരണം. നമുക്കൊരാളെ പറയുന്നുണ്ട്, ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ആളെ ഇന്ന് തന്നെ നിങ്ങളുടെ എന്താ പറയുക ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം, വശീകരിക്കാം. ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത വശീകരണം നമുക്ക് ചെയ്യാൻ പാടില്ല. അത് നമുക്ക് എതിരാവും. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയുമില്ല. പക്ഷേ ഒരു ഭർത്താവ് വേറൊരു രീതിയിൽ പോയി എന്ന് പറഞ്ഞു വന്നാൽ നമുക്ക് ആ ഭർത്താവിനെ പതിവശ്യം എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടി വരും. ദമ്പതികളെ നമ്മൾ ഒരിക്കലും പിരിക്കാൻ പാടില്ല. ദമ്പതികളെ മാറ്റി എടുക്കുന്ന ഒരു സ്ത്രീ കാമുകി സ്ഥാനത്ത് വരുന്ന സ്ത്രീയും കാമുകൻ്റെ സ്ഥാനത്ത് വരുന്ന പുരുഷനും തെറ്റാണ് ചെയ്യുന്നത്. മക്കളും ഭാര്യയുമുള്ള അവരെ മാറ്റിയിട്ട് വേറൊരു സ്ത്രീയിൽ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ജീവിതത്തിൽ ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം നമ്മൾ അനുഭവിച്ചിരിക്കും അതിൻ്റെ. പിന്നെ പ്രേമിച്ച് വിവാഹം കഴിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ കുടുംബത്തെ വേറെ ആരെയും ഇതില്ല. അമ്മയോടും അച്ഛനോടും ഒക്കെ ഇപ്പം ഇതാണല്ലോ, ന്യൂ ജനറേഷനല്ലേ. അപ്പോൾ അവർ പറയും, അച്ഛാ എനിക്ക് ഇന്ന ആളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അമ്മ എനിക്ക് ഇന്ന ആളെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്കും കൂടി വേണം. അപ്പം നമ്മുടെ അടുത്ത് വന്ന് പറയും, ഇന്ന പെൺകുട്ടിയെ ഇഷ്ടമാണ്, എനിക്ക് നല്ലൊരു കുട്ടിയായിട്ട് തോന്നണം മാം. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം എടുക്കും. അത് നിങ്ങൾക്ക് പൊരുത്തത്തിൽ ചേരുന്നതാണെങ്കിൽ മാത്രം വശം ചെയ്യാം നമുക്ക് എന്ന് പറയും. വശം ചെയ്ത് കൊടുക്കും. അതാണ് വശ്യത്തെക്കുറിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്. ഇതെങ്ങനെയാ ചെയ്യുന്നത് നമ്മൾ ഏലസിനകത്താണ്. അതായത് ഗണപതി ഹോമം ചെയ്തിട്ട് അതിൽ വശ്യം ചെയ്യും. വശ്യം ചെയ്തിട്ട് വശ്യമന്ത്രം എഴുതി തയ്യാറാക്കി വെള്ളി ഏലസിനകത്താക്കിയിട്ട് ധരിക്കാനാണ് കൊടുക്കുന്നത്. അത് ധരിച്ചതിന് ശേഷം 11 ദിവസത്തിനുള്ളിൽ ഫലപ്രാപ്തി. അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. 11 ദിവസം കൊണ്ട് ഫലപ്രാപ്തി എന്ന് വെച്ചാൽ ഈ പോയ ഭർത്താവ് ഭാര്യയെ തിരക്കി വരും, അല്ലെങ്കിൽ പോയ പുരുഷൻ ആ സ്ത്രീക്ക് ഇഷ്ടമാണ്, ആ സ്ത്രീയെ പറ്റിച്ചിട്ടൊക്കെ പോയെങ്കിൽ അത് വശം ചെയ്ത് കൊടുക്കും. അങ്ങനെ പുരുഷന്മാരും സ്ത്രീകൾ പുരുഷന്മാരെയും പറ്റിച്ച് കിടക്കാൻ പാടില്ലല്ലോ. സ്നേഹം എന്ന് പറയുന്ന ആത്മാർത്ഥ സ്നേഹമല്ലേ വേണ്ടത്. അതുകൊണ്ട് ആത്മാർത്ഥത ഇല്ലാതെ പോകുമ്പോൾ അത് നമ്മൾ വശം ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുത്തിക്കും. ഇപ്പം വശ്യം എന്ന് പറയുന്നത് ഒരു ആൺപെൺ അതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ വശീകരണം എന്ന് പറയുന്ന കാര്യം ചെയ്യേണ്ടി വരില്ലേ? അത് ഏതൊക്കെയാണ്? ഇപ്പം സാമ്പത്തിക വശീകരണം ഉണ്ട്. സാമ്പത്തികം വരുന്നതിന് വേണ്ടിയിട്ട് അത് ദേവീദേവന്മാരെ ഉപാസനയിലൂടെ അതിന് വശീകരിച്ച് നമ്മൾ ദേവീദേവന്മാരെ വശീകരിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയിലൂടെ അതൊരു വശ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം വരാഹി ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കണം, അമ്മേ നമ്മളെയും നമ്മളെപ്പറ്റി ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരെയും, പിന്നെ ഈ ലോകം മുഴുവനുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെയും, അല്ലെങ്കിൽ മക്കളെ കൊണ്ട് ദോഷമായി ജീവിക്കുന്നവരെ കൊണ്ടും, മക്കൾ നോക്കാത്ത അച്ഛൻ അമ്മയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ അമ്മ അച്ഛനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പറയല്ല, അവർക്ക് എന്താണ് ആവശ്യമെന്ന് അങ്ങോട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അവരുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ പോകും. അപ്പം മകൻ ഇട്ടിട്ട് പോകുന്ന ഒരവസ്ഥ വന്നാൽ നമുക്ക് അവിടെ ഒരു വശ്യം ചെയ്യണ്ടേ? വേണ്ടേ? ആ അമ്മ കരഞ്ഞ് നമ്മുടെ അടുത്ത് വന്നാൽ നമ്മളൊരു വശ്യം ചെയ്യണ്ടേ? മനസ്സിലായോ? അവിടെ അച്ഛനും അമ്മയും തമ്മിലൊരു വഴക്കുണ്ടായെന്ന് വെച്ചാൽ നമുക്കൊരു വശ്യം ചെയ്യണ്ടേ? ഇതൊക്കെയാണ് മറ്റുള്ള വശ്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടായാൽ മക്കളെല്ലാവരും ഒന്നിക്കാൻ, അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് വരാം. അതിനു വേണ്ടിയിട്ട് അവർക്കൊരു വശ്യം ചെയ്ത് ഒന്നിപ്പിക്കും, ഐക്യമത്യം ചെയ്തിട്ട്. അതാണ് വശ്യത്തെക്കുറിച്ച്. പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിത രാജലക്ഷ്മി ഉണ്ണികൃഷ്ണനുമായി നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം. താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക. ജ്യോതിഷ പണ്ഡിത രാജലക്ഷ്മിയുമായി നേരിട്ട് ബന്ധപ്പെടുവാൻ ABC മലയാളം നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.